നമസ്കാരം. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഈ വീഡിയോയിലൂടെ കുറച്ച് സമയം സമ്പാദിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനെന്നൊരു വ്യക്തി നിങ്ങളിൽ പലർക്കും അപരിചിതനായിരിക്കാം. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുവാനും നിങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുവാനും എന്നെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്രകാരം ഒരു വീഡിയോ തയ്യാറാക്കുവാൻ തക്കവണ്ണം എന്നെ സഹായിച്ചവർ ഒത്തിരി പേര് ഇതിന് പിന്നിലുണ്ട്. അവരെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നെക്കുറിച്ച് അഭിമാനത്തോടെ പറയുവാൻ തക്കവണ്ണം എന്നെ രൂപപ്പെടുത്തിയ എൻ്റെ ജീവിതത്തെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയെല്ലാം ദൈവതിരുനാമത്തിൽ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ സജി മത്തായി, കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് നെല്ലിമറ്റൽ എന്ന ഒരു പ്രദേശത്ത് ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ചെറുപ്പകാലങ്ങളിലൊന്നും ആരും എന്നെക്കുറിച്ച് അറിയുവാനിടയില്ല. ആ നാട്ടിലുള്ള കുറച്ച് പേര് എൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും വീട്ടുകാരെയൊക്കെ അറിയുന്നവർ എന്നെക്കുറിച്ച് അറിയും എന്നുള്ളതല്ലാതെ, എൻ്റെ സഹപാഠികൾ എന്നെ ക്ലാസ്സിൽ കണ്ട് അറിയുമെന്നുള്ളതല്ലാതെ മറ്റൊരാൾ എന്നെ അറിയുവാൻ തക്കവണ്ണം യാതൊരു സാഹചര്യവുമില്ല. ഒരാളോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുവാനോ എൻ്റെ ഒരാവശ്യം ഒരാളോട് ചോദിച്ച് അത് നടപ്പാക്കുവാനോ, ഒരാൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കുവാനോ, ഒരാളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവരെ സഹായിപ്പാൻ തക്കവണ്ണം അല്ലെങ്കിൽ അവരോട് ചേർന്ന് നടപ്പാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചിരുന്നില്ല. ചെറുപ്പകാലത്ത് വിദ്യാഭ്യാസം വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോയത്. സാധാരണ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിച്ചുവെങ്കിലും ഒരു വിഷയത്തിന് പോലും ജയിക്കുവാൻ കഴിയാതെ 7 ക്ലാസ്സുകൾ ഞാൻ താണ്ടി മുന്നോട്ട് പോയി. ഗവൺമെൻറ് തരുന്നതായ ഓൾ പ്രൊമോഷൻ എന്ന ഒരു പദ്ധതി പ്രകാരം ക്ലാസ്സിൽ പാസ്സായി പോയ കുട്ടികളുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു വരുവാനും പല ഘടകങ്ങളിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ദൈവം എനിക്ക് അവസരം നൽകി എന്നുള്ളതാണ് സത്യം. വിദ്യാഭ്യാസം എൻ്റെ വലിയ ആഗ്രഹമായിരുന്നുവെങ്കിലും ചെറുപ്പകാലത്തിൽ അതിന് സാധിച്ചിരുന്നില്ല. ഒരു എൻജിനീയർ ആകണമെന്ന് ചെറുപ്പത്തിൽ ഞാൻ ഏറെ ആഗ്രഹിച്ചു. എന്നാൽ എൻജിനീയറിംഗ് പഠിക്കുന്നതിനുള്ള ബുദ്ധിയോ വിവേകമോ വൈശിഷ്ട്യമോ ഒന്നും ബാലനായ എന്നിലുണ്ടായിരുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ എന്നെ നിർദ്ദേശിച്ച് അല്ലെങ്കിൽ ഗുണദേശിച്ച് അല്ലെങ്കിൽ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരുമായിരുന്നില്ല. സാമ്പത്തികമായും പിന്നോക്കമായിരുന്നതുകൊണ്ട് കൃഷികാര്യങ്ങൾ മാത്രം ശ്രദ്ധ ചെലുത്തിയിരുന്ന അല്ലെങ്കിൽ അത് മാത്രം അറിയാമായിരുന്ന എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനായിട്ട് ഇല്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു കുട്ടി ചിന്തിക്കുക, മാതാപിതാക്കളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന സഹായം കിട്ടാതെ വരുമ്പോൾ ജീവിതത്തിൻ്റെ തന്നെ പ്രാധാന്യം കുറഞ്ഞു പോയോ എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ എൻ്റെ ചിന്ത മറ്റ് വ്യത്യസ്തമായ രീതിയിലായിരുന്നു. എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെയും വിനിയോഗിക്കുക, എന്നാൽ കഴിയുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു ചിന്ത മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് മുറുകെ പിടിച്ചത്. പിന്നീട് ദൈവാശ്രയവും പ്രാർത്ഥനയും എല്ലാം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. കൂട്ടുകാരോട് ചേരുമ്പോഴാണെങ്കിലും അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുവാനോ അവരുടെ രീതിയിൽ നടക്കാനോ അവരുടെ സംഭാഷണ കാര്യങ്ങളിൽ ആ സബ്ജക്റ്റിൽ ഇടപെടാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോഴെല്ലാം ഒരു കാഴ്ചക്കാരനും ഒരു കേൾവിക്കാരനും മാത്രമായി അവരോട് ചുറ്റിപ്പറ്റി നിന്നു എന്നുള്ളത് സത്യമാണ്. നല്ല കൂട്ടുകാർ പലരും ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ചില കൂട്ടുകാരിൽ നിന്ന് തിക്തമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് എനിക്ക് അവരോടെല്ലാം സ്നേഹവും ബഹുമാനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമാണ് എൻ്റെ ശീലമായിട്ടുള്ളത്. നടന്നു വരുന്ന വഴികളിലെല്ലാം വിജയിക്കാനുള്ള മാർഗങ്ങളുണ്ട് എങ്കിലും എനിക്ക് വിജയം ഒരിക്കലും കിട്ടിയിരുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും ഒരു ഫസ്റ്റ് ക്ലാസ് മാർക്കിൽ ജയിക്കുവാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചിരുന്നില്ല. എല്ലാ വിഷയങ്ങളും ജയിക്കുന്ന ഒരു കാലഘട്ടം വന്നത് വളരെ താമസിച്ചാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ സഹായിച്ചു. അതാണ് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം. അവരുടെ സ്നേഹവും അല്ലെങ്കിൽ അവരുടെ ബിലോങ്ങിങ്സും ഒക്കെ കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറെ ഞാൻ വാല്യൂ കാണുന്നത് എൻ്റെ മാതാപിതാക്കൾ വളരെ പ്രയാസപ്പെട്ടും പഠിക്കുവാൻ തക്കവണ്ണം എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. സാമ്പത്തികമായ അധികം ഭാരം വരുത്താതെ മാസ്റ്റേഴ്സ് വരെ പഠിക്കുവാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടിത്തറയായ ഒരു ഘടകമായി മാറിയത്. വിദ്യാഭ്യാസ കാലഘട്ടത്ത് എൻജിനീയർ ആകാൻ ആഗ്രഹിച്ച് എനിക്ക് എൻജിനീയറിംഗ് പഠിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ നൈരാശ്യം തോന്നിയെങ്കിലും അന്ന് ആർക്കും ഇഷ്ടമല്ലാതിരുന്ന എനിക്കും താല്പര്യമില്ലാതിരുന്ന കൊമേഴ്സ് വിഷയങ്ങൾ പഠിക്കുവാനുള്ള അവസരം കിട്ടി. അത് പഠിക്കുവാൻ പോയപ്പോൾ
മനസ്സിലായിരുന്നില്ല എങ്കിലും ക്ലാസ്സുകളിൽ ഉഴപ്പാതെ മുന്നോട്ട് തന്നെ പോയി. അതുകൊണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ കംപ്ലീറ്റ് ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് അവസരം തന്നു. അത് പിൽക്കാലത്ത് പല സമയങ്ങളിലും ജോലി ലഭിക്കുന്നതിനും ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാകുന്നതിനൊക്കെ എന്നെ സഹായിച്ചു. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ വന്നപ്പോൾ ദേശം വിട്ടു പോകേണ്ടതായ ഒരു അവസ്ഥയുണ്ടായി. അതുവരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ദേശത്ത് തന്നെ എനിക്ക് വസിക്കുകയും സന്തോഷമായിട്ട് ജീവിക്കുകയും മരണം വരെയും എൻ്റെ ജീവിത കാലഘട്ടം എനിക്കിവിടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒത്ത് കഴിയാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ വളരെ വ്യത്യസ്തമായിരുന്നു. ദൈവം ചിന്തിച്ചത് എന്തെന്ന് നമുക്കൊരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല. അത് ജീവിതത്തിൽ അനുഭവിച്ച് തന്നെ അറിയേണ്ടി വരും. എൻ്റെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ആരംഭിക്കുന്നത് എൻ്റെ വിവാഹത്തോട് കൂടിയിട്ടാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ അവിടെ നിന്നും എനിക്ക് മാറി നിൽക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി. പലരും ചിന്തിച്ചു ഞാൻ എല്ലാവരെയും പറ്റിച്ച് നാടുവിട്ട് പോകുന്നതാണ്. എന്നാൽ മാനസികമായ പ്രതിസന്ധിയും സാമ്പത്തികമായ പ്രയാസവും എല്ലാം കൂടി ചേർന്നപ്പോൾ ജീവിക്കാൻ കിട്ടാതെ വന്നപ്പോൾ നാട് വിട്ടുപോയ ഒരവസ്ഥയാണ് എനിക്കുണ്ടായത്. പിന്നീട് ഈ സുഹൃത്തുക്കളെയെല്ലാം കണ്ട് അവരോട് നന്ദി പറയുകയും അവരുടെ സഹായങ്ങൾക്കെല്ലാം ഉപകാരം കൊടുക്കുകയും അവരുടെ കടബാധ്യതകളെല്ലാം തീർക്കുകയും ചെയ്ത് വളരെ സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകുവാൻ പിന്നീട് ദൈവം എനിക്ക് അവസരം നൽകി. ഞാൻ അവിടെ നിന്ന് പോയത് ബോംബെക്കാണ്. ബോംബെയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയാത്ത സ്ഥലം, പരിചയക്കാരില്ല, അന്യദേശക്കാരുടെ ഇടയിൽ ജീവിച്ച് വളർന്നു വന്നു. ചില സുഹൃത്തുക്കളും ചില ബന്ധുക്കളും എല്ലാം സഹായത്തിനുണ്ടായിരുന്നു. അത് ജീവിതത്തിലേറെ മുതൽക്കൂട്ടായി. എന്നാൽ പല സന്ദർഭങ്ങളിലും സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന പല ഇടങ്ങളിൽ നിന്നത് കിട്ടാതെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂളിപ്പോയെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം അപ്പോഴെപ്പോഴും ഉണ്ടായിരുന്നു. ഒരു പരിചയമില്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത ചില വ്യക്തികൾ ജീവിതത്തിൽ നിർണായക സന്ദർഭങ്ങളിൽ സഹായികളായി വന്നു എന്നുള്ളത് ഈ തരുണത്തിൽ ഓർക്കുവാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. കുടുംബമായിട്ട് അവർ എന്നെ സഹായിച്ചപ്പോഴെല്ലാം എൻ്റെ കൂടെ നിന്ന് എന്നെ ചേർത്ത് നിർത്തുവാൻ എൻ്റെ ഭാര്യയും മക്കളും എന്നോട് ചേർത്തുണ്ടായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ഓരോരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും കാലിടറി പോകുമോ എന്ന് ചിന്തിക്കുമ്പോഴൊക്കെയും ആരുടെയൊക്കെയോ പ്രാർത്ഥനയും അവരുടെ എല്ലാം നെഞ്ചിലേറ്റിയതായ ആ ലാളനയുമൊക്കെ അനുഭവിക്കാനുള്ള അവസരമുണ്ടായി. അന്യ ദേശത്തു നിന്നുള്ളവർ, അന്യ ഭാഷ സംസാരിക്കുന്നവർ എനിക്ക് വളരെയധികം സാഹചര്യങ്ങളിൽ കടന്നു പോകാൻ സഹായം നൽകിയെന്ന് പറയുമ്പോൾ എനിക്ക് ദേശവും ഭാഷയും മനുഷ്യനും എല്ലാം അതിർവരമ്പുകളില്ലാത്ത ഒരു അനുഭവമായിട്ട് മാറിയിരിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ ജോലിയെടുക്കുവാനും താമസിക്കുവാനും ഒക്കെയുള്ള അവസരം ദൈവം എനിക്ക് നൽകി. സ്വന്തം ദേശത്ത് ആരാലും അറിയപ്പെടാതെയും ആരാലും മനസ്സിലാക്കാൻ സാധിക്കാതെ ഇരുന്ന എനിക്ക് മറ്റ് ദേശങ്ങളിൽ പോയി സഞ്ചരിക്കുന്നതിനും അവിടെ കാഴ്ചകൾ കാണുന്നതിനും ആളുകളോടൊത്ത് ജീവിക്കുന്നതിനും ജോലികൾ ചെയ്യുന്നതിനൊക്കെ അവസരം തരുവാൻ തക്കവണ്ണം ദൈവം എന്നെ നാട്ടിൽ നിന്ന് പറിച്ച് നട്ടു എന്ന് പറയുന്നതായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ശരിയായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നീട് എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിച്ച് അമേരിക്കയിലെത്തുവാനുള്ള അവസരം ദൈവം തന്നു. എൻ്റെ ദേശത്ത് നിന്ന് അമേരിക്ക രാജ്യത്ത് വന്നിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികളിൽ പലർക്കും ഇവിടെ വന്നെത്തുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും ദൈവം അതിനുള്ളൊരു അവസരം എനിക്ക് തന്നു. രാജ്യത്ത് വന്ന് ജീവിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും വളർന്നു വന്ന വഴികളിൽ എന്നോട് ചേർന്ന് നടന്നതായ ദൈവത്തെക്കുറിച്ചാണ്. ദൈവം എനിക്ക് നൽകിയതായ ഓരോ അനുഭവങ്ങളും അത് തോൽവിയായിട്ടോ വീഴ്ചയായിട്ടോ കണക്കാക്കാതെ അതിൽ നിന്നെല്ലാം അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അവയെല്ലാം ശക്തിയായിട്ട്, ശക്തി കേന്ദ്രങ്ങളായിട്ട്, ശക്തിയുടെ സ്രോതസ്സായിട്ട് ഉപയോഗപ്പെടുത്തുവാനാണ് ഞാൻ പിന്നീട് ശ്രമിച്ചത്. അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉൾക്കൊള്ളുവാനും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റി എഴുതിക്കൊണ്ട് പുതിയ ഒരു അധ്യായം ജീവിതത്തിൽ തുടങ്ങുന്നതിന് തക്കവണ്ണം അതെന്നെ സഹായിച്ചു. മുന്നോട്ട് പോകുമ്പോൾ ഞാൻ തനിച്ചല്ല, എന്നോടൊപ്പം അനേകം വ്യക്തികൾ കൂടെ ചേരുകയും അവരുടെ എല്ലാം ജീവിതത്തെ എനിക്കുണ്ടായതിനേക്കാളും വളരെ ഉയരത്തിൽ എത്തിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സഹായത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കെന്നുള്ളത്. തൽഫലമായിട്ട് എന്നുള്ള ആശയങ്ങൾ പലരോടും പങ്കുവച്ചപ്പോൾ എന്നോട് അനേകം പേർ ചേരുവാൻ തക്കവണ്ണം ഇടവന്നു. ഇന്ന് ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അനേകം പേരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ കർമ്മപ്പെടുത്തിയപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒറ്റ കാര്യമാണ്. മറ്റാരും അറിയപ്പെടാതെ ചെറുപ്പത്തിൽ ജീവിച്ചു വന്ന ഞാൻ ചെറുപ്പകാലങ്ങളിൽ വിദ്യാഭ്യാസത്തിന് യാതൊരു താല്പര്യം ഉണ്ടെങ്കിലും മുന്നേറാൻ കഴിയാതിരുന്ന എനിക്ക്, ആഗ്രഹിച്ച വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കാതിരുന്ന എനിക്ക്, സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ നാട് വിട്ട് ഓടേണ്ടി വന്നതായി എനിക്ക് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യം ദൈവം ഒരുക്കി തന്നപ്പോൾ
എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും അവരെ എൻ്റെ ജീവിതകഥയിലൂടെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ഏറെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നെക്കുറിച്ച് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും, നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ജീവിതത്തിലെ പ്രതിസന്ധിയിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഓർക്കുക, നിങ്ങളുടെയും ജീവിതത്തിൽ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞതുപോലെ അനേകം കാര്യങ്ങൾ പറയുവാൻ തക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അത് എന്നുള്ളത് നമുക്കറിയില്ലാത്തതുകൊണ്ട് അത് സംഭവിക്കില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ജീവിതം സാഗരമാണ്. അത് എപ്പോഴാണ് എങ്ങനെയാണ് മാറി വരുന്നതെന്ന് നമുക്ക് ആർക്കും ഊഹിക്കാനോ അതിനെക്കുറിച്ച് തിട്ടപ്പെടുത്താനോ കഴിയുകയില്ല. എന്നതുകൊണ്ട് അത് ശരിയല്ല, സത്യമല്ല എന്ന് ചിന്തിക്കരുത്. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഏറെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും എന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. ഇന്ന് ഞാൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറെ ചലനങ്ങളുണ്ടാക്കുകയും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പോസിറ്റീവായ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകുവാൻ അത് ഇടയാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടർന്ന് ഞാൻ എൻ്റെ മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംവാദിക്കുവാനായിട്ട് തിരികെ വരും. അതുവരേക്കും നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു. നമസ്കാരം. വീണ്ടും നിങ്ങളെ കാണുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ചെറുപ്പകാലത്ത് വിദ്യാഭ്യാസം വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നത്. പഠിക്കുവാനുള്ള ബുദ്ധിയും വിവേകമൊന്നും അന്ന് എനിക്ക് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകൾ കുറവായിരുന്നു. ചെറുപ്പം മുതൽ നാട്ടിൻ പുറത്ത് വളർന്നു വന്നു. അതിൻ്റേതായിട്ടുള്ള ബാല്യകാലത്തിലുള്ള സുഹൃത്തുക്കളോടൊക്കെ ചേർന്ന് വളർന്നു വന്നു. പിന്നീട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഒരു വിഷയം കിട്ടാതെ അലഞ്ഞത്. പല വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോഴൊക്കെയും അതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തന്നില്ല. പിന്നീടാണ് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത കൗൺസിലിംഗ് എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസം നേടുവാൻ തക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയെങ്കിലും എന്താണ് കൗൺസിലിംഗ് എന്നോ ഇതെന്തിനാണെന്നോ എനിക്കന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ പ്രയാസം പ്രതിസന്ധി ഉണ്ടായപ്പോഴൊക്കെ കൗൺസിലിങ്ങിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. എന്നാൽ പഠിക്കാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്നെക്കുറിച്ചുള്ള ചിന്തകളും എന്നെക്കുറിച്ചുള്ള വിവേകമൊക്കെ മാറി വരാൻ തുടങ്ങി. എനിക്ക് തന്നെ സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്തുവാനും ജീവിതത്തിൽ മുന്നേറുവാൻ തന്നെയുള്ള ആഗ്രഹവും ഒരു സെൽഫ് മോട്ടിവേഷനൊക്കെ ഉടലെടുക്കുവാൻ അതെന്നെ സഹായിച്ചു. മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുന്ന കാലത്ത് തന്നെ പലരെയും സഹായിക്കുവാനുള്ള അവസരം എനിക്കുണ്ടായി. പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തന്നെ എനിക്ക് അനുയോജ്യരായ പലരെയും കണ്ടെത്തി തരുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം മനസ്സിലാക്കിയ പാഠങ്ങളും ജീവിതത്തിൽ അതുവരെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച് അനേകം കുടുംബങ്ങളിൽ ഇന്ന് സന്തോഷിക്കുവാൻ തക്കവണ്ണം അവരിലെല്ലാം മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും അവരെല്ലാം മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും കൗൺസിലിങ്ങിലൂടെ ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളത് സത്യം മാത്രമാണ്. ഇന്ന് എൻ്റെ ജീവിതകാലത്ത് എനിക്ക് ഏറെ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമായൊരു സാഹചര്യമാണ്. എന്നോടൊപ്പം പഠിച്ച പല കൂട്ടുകാരോടും ചേർന്ന് നിന്നുകൊണ്ട് അവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനും സന്തോഷം കൈവരിക്കുവാനും ജീവിതം തന്നെ തിരിച്ചു പിടിക്കുവാനും അവരെയെല്ലാം സഹായിക്കുന്നതിനും ഇടയാക്കി എന്നുള്ളത് തന്നെ വളരെ അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ചിന്തിക്കുമ്പോൾ റിലീഫ് കോർണർ എന്നൊരു പ്രസ്ഥാനം ആരംഭിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ചിന്ത ദൈവം എൻ്റെ മനസ്സിൽ തന്നു. അത് എന്തിനു വേണ്ടിയിട്ടെന്നോ അതിലൂടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നോ എനിക്ക് യാതൊരു താല്പര്യമോ ഊഹമോ ഉണ്ടായിരുന്നില്ല. എന്നാലും അനേകം വ്യക്തികളും കുടുംബങ്ങളും ചേർന്ന് വന്നപ്പോൾ നല്ല അറിവുള്ളവരും പരിജ്ഞാനമുള്ളവരും ചേർന്ന് നിന്നപ്പോൾ അവരുടെ എല്ലാ ആശയങ്ങൾ കൈമാറുകയും പരസ്പരം സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് അവയെല്ലാം ഉൾക്കൊള്ളുവാൻ ഇടവന്നപ്പോൾ ഇന്ന് വലിയ ഒരു പ്രസ്ഥാനമായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു എന്നുള്ളത് എൻ്റെ ഒരു സത്യം മാത്രമാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനം ലഭിക്കുന്നതോടൊപ്പം അവരുടെ എല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്ന് അവരെ വളർത്തിക്കൊണ്ടുവരുവാനും അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ട്രെയിനിങ്ങും എല്ലാം കൊടുത്ത് അവരെ നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കുന്നതിന് പിൽക്കാലത്ത് അവരെ ഉപയോഗിച്ച് മറ്റനേകം പേരെ സഹായിക്കുന്നതിന് തക്കവണ്ണമാണ് റിലീഫ് കോർണർ എന്നുള്ള പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. ഇത് ആരംഭിച്ചത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടാണ്. ഇന്ന് അതിന് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ രജിസ്ട്രേഷനും കൂടെയുണ്ട്. അങ്ങനെ അനേകം പേരുടെ ഒത്തൊരുമയോടെ ഒത്യാശയോടെ കൂടി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ലാഭേച്ഛയോട് കൂടിയിട്ടല്ല, ഒരു ഡൊണേഷനും ആരിൽ നിന്നും വാങ്ങാതെയും ചെയ്യുന്ന സേവനങ്ങൾക്ക് ഒരു ഫീസും വാങ്ങാതെയാണ് ഇതിലുള്ള എല്ലാ വോളണ്ടിയേഴ്സും പ്രവർത്തിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എല്ലാവരെയും വളരെ നല്ല വ്യക്തികളായിട്ട് വളർത്തിക്കൊണ്ടുവരിക.
അവരുടെ എല്ലാം ഭാവി ജീവിതത്തെ ശോഭനമാക്കുവാനും അവരെ എല്ലാം നല്ല പൗരന്മാരാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിനും ആവശ്യമായ പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് റിലീഫ് കോർണർ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം. ആദ്യം ഒരാൾ ഞങ്ങളോട് സമീപിക്കുമ്പോൾ അവരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറെ വലുതായിരിക്കും. അവർക്ക് കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടാകും. അപ്പോൾ നമ്മളുടെ കൂടെ കൗൺസിലേഴ്സായിട്ടുള്ള 10-30 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാം വോളണ്ടിയേഴ്സാണ്. അവരുടെ എല്ലാം സമയം ഏതൊരു വ്യക്തിക്കും വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുവാൻ തക്കവണ്ണം സൊമനസാലെ അവർ ചേർന്നതാണ്. ഇവരുടെ എല്ലാം സമയം കണ്ടെത്തുവാൻ തക്കവണ്ണം നമ്മളുടെ വെബ്സൈറ്റിൽ reliefcorner.org എന്ന വെബ്സൈറ്റിൽ പോയാൽ അവരുടെ എല്ലാം ജീവചരിത്രങ്ങളും അവരുടെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് എല്ലാം വായിക്കുവാനും അവരെക്കുറിച്ച് മനസ്സിലാക്കുവാനും സാധിക്കും. അവർക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുവാനുള്ള സൗകര്യവും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഈ വെബ്സൈറ്റിലൂടെ കൊടുക്കുന്ന സേവനങ്ങളെല്ലാം ഫ്രീ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ പ്രസ്ഥാനത്തിലൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണം മുന്നോട്ട് വരുന്ന ഓരോരുത്തരും അനേകം പേരെ റെഫർ ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുവാൻ തക്കവണ്ണം വന്നു ചേരുന്ന ഓരോരുത്തരും അതിന് തക്കവണ്ണം കേപ്പബിൾ ആയിട്ടുള്ളതാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഒന്ന് കൗൺസിലിംഗ് ആണ്, മറ്റൊന്ന് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കുള്ള സപ്പോർട്ടാണ്. അതിന് നമ്മൾ AA മീറ്റിങ്ങിൻ്റെ മാതൃകയിൽ ആൽക്കഹോളിക് അനോണിമസ് എന്നുള്ള ഒരു ഗ്രൂപ്പ് എല്ലാ ഞായറാഴ്ചകളിലും 7 മണിക്ക് മീറ്റിംഗ് കൂടുന്നുണ്ട്. ആർക്കും അതിനകത്ത് വരാം. അതിനകത്ത് വരുന്നവർക്ക് ആൽക്കഹോളിൻ്റെ അനന്തര പ്രയാസങ്ങളെക്കുറിച്ചും അതുമൂലം ഫാമിലികളിലുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചും അങ്ങനെ അഡിക്റ്റായിട്ടുള്ള വ്യക്തികൾക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പോസിറ്റീവ് പിയർ ഗ്രൂപ്പായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലോകോത്തരമായ ഒരു സംഘടനയാണ് AA എന്നുള്ളത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഈ സംഘടന ആൽക്കഹോളിൻ്റെ അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ അഡിക്ഷനിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ്. അവരെ അതിൽ നിന്നും വിമുക്തരാക്കുവാൻ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് സംഘടനയുടെ ഉദ്ദേശം. നമ്മൾ നടത്തുന്നത് അതിനോട് സാമ്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇത് അഫിലിയേറ്റഡ് അല്ലെങ്കിലും മലയാളികളായിട്ടുള്ള അനേകം പേർ വന്ന് ഇതിനകത്ത് സംബന്ധിക്കുകയും അവരുടെ എല്ലാം കുടുംബങ്ങൾക്കും പ്രയോജനപ്പെടുന്നതായ ഈ സംരംഭത്തിലൂടെ സമാധാനം കണ്ടെത്തുകയും അവരുടെ മദ്യപാന ശീലത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അവർക്ക് അത് ഇടയാകുകയും ചെയ്യുന്നുള്ളത് സത്യമാണ്. നമ്മൾ നടത്തുന്ന മറ്റൊരു പ്രോഗ്രാമാണ് അൽ അനോൺ മീറ്റിംഗ്. അൽ അനോൺ മീറ്റിംഗും ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും തന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ആൽക്കഹോളിക് അഡിക്ട്സ് ആയിട്ടുള്ള വ്യക്തികളുടെ കുടുംബാംഗങ്ങൾ, മക്കൾ എന്നിവർക്ക് ചേർന്നിരിക്കുവാനും സംസാരിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അൽ അനോൺ എന്നുള്ളത്. എന്നാൽ റിലീഫ് കോർണറിൻ്റെ കീഴിൽ അൽ അനോൺ എന്നുള്ള ആ പ്രവർത്തനത്തിൻ്റെ മാതൃകയിൽ നമ്മൾ ചെയ്യുന്നത് മലയാളികളായിട്ടുള്ള അനേകം പേർ വന്നു ചേരുകയും കുടുംബാംഗങ്ങളെല്ലാം ഒത്തൊരുമിച്ച് പരസ്പരം സ്നേഹത്തോടെയും സഹോദരത്തോടെയും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുവാൻ തക്കവണ്ണം ഓരോരോ മേഖലകളിൽ പ്രാഗൽഭ്യമുള്ളവരും വന്ന് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണിത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറോ നിങ്ങളിൽ ആരെങ്കിലുമോ ആൽക്കഹോളിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾക്കും റിലീഫ് കോർണറിൻ്റെ സഹായം തേടാവുന്നതാണ്. എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ നിങ്ങളെ സഹായിക്കാൻ തക്കവണ്ണം സന്നദ്ധരാണ്. എല്ലാ സേവനങ്ങളും സൗജന്യമാണ് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. മറ്റൊന്നുള്ളത് ഏതൊരു വ്യക്തിക്കും ആവശ്യം ജീവിതത്തിൽ വളരുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്നതായ ഓരോ ടാലൻറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ടാലൻറ്റ് എന്തു തന്നെയാണെങ്കിലും അതിനെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം റിലീഫ് കോർണർ എന്നും മുൻപന്തിയിലാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൽക്കാലം തുടങ്ങിയിരിക്കുന്നതായ ക്ലാസ്സുകൾ ഒന്ന് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ക്ലാസ്സുകളുണ്ട്. അതിൽ കർണാട്ടിക് പാഠങ്ങൾ പഠിപ്പിക്കുന്ന വിദഗ്ധരായവരാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് നമുക്കുള്ളത് കാർട്ടൂൺ ക്ലാസ്സുകളാണ്. കാർട്ടൂൺ ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നത് വളരെയധികം കാലം കാർട്ടൂൺ വരയ്ക്കുകയും വിവിധ സ്ഥലങ്ങളിലെ കാർട്ടൂണിൽ പ്രാഗൽഭ്യം തെളിയിക്കുകയും ചെയ്തതായ അധ്യാപകരാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ ലൈഫ് കോച്ചിങ് എന്നുള്ള പുതിയ ഒരു കോച്ചിങ് സംവിധാനം ലോകത്തെമ്പാടും മുളച്ചു വരുന്നത് എല്ലാവർക്കും അറിയാം. ചിലർക്കെങ്കിലും അതെന്താണെന്ന് പോലും അറിയത്തില്ല. അതിനെക്കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞാൽ, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടുമ്പോൾ, മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന് അറിയാതെ വരുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കാൻ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിന് നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മെ സഹായിക്കുവാൻ, നമ്മെ ഗൈഡ് ചെയ്യുവാൻ, നമ്മൾക്ക് നല്ല നിർദ്ദേശങ്ങൾ തരുവാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ളവരും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ലൈഫ് കോച്ചസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ നടത്തുന്ന ട്രെയിനിങ് ക്ലാസ്സുകളാണ് ലൈഫ് കോച്ചിങ് ക്ലാസ്സുകൾ. ലോകത്ത് എവിടെ പോയാലും ലൈഫ് കോച്ചിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. എന്നാൽ അതെല്ലാം വളരെ കോസ്റ്റ്ലിയാണ്. സാധാരണ ആളുകൾക്ക് താങ്ങാൻ പറ്റുന്നതിലും കുറച്ച് കോസ്റ്റ്ലിയാണ് ലൈഫ് കോച്ചിങ് ക്ലാസ്സുകൾ.
എന്നാൽ റിലീഫ് കോർണർ ഈ കോച്ചിങ് ക്ലാസ്സുകളെല്ലാം ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ആ റിലീഫ് കോർണറിലുള്ള കോച്ചിങ് ക്ലാസ്സുകളെക്കുറിച്ച് പരിശോധിച്ച് കഴിയുമ്പോൾ ആ ക്ലാസ്സുകൾ എടുക്കുന്നതെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉള്ളവരും ക്വാളിഫിക്കേഷൻ ഉള്ളവരുമാണ്. അതുകൊണ്ട് വിശ്വസ്തയോടെ നിങ്ങൾക്ക് ഏത് ഒരു ക്ലാസ്സിലും ചേർന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. മുന്നോട്ടേക്ക് പോകുമ്പോൾ വളരെ പ്രയോജനപ്പെടുന്നതായ പല ക്ലാസ്സുകളും പല പ്രോഗ്രാമുകളും റിലീഫ് കോർണർ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മുന്നോട്ട് വരുന്നതാണ്. ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രോഗ്രാമുകളും അതെല്ലാം മുന്നോട്ട് വരുമ്പോൾ കുറച്ച് താമസങ്ങൾ വരുമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഇതാണ്: ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളിലും എല്ലാ പ്രായത്തിലും അവർക്ക് പ്രയോജനപ്പെടുന്നതുമായ ഓരോരോ പ്രോഗ്രാംസ് ഇനി മുന്നോട്ട് വരുവാൻ തക്കവണ്ണം ഏറെയുണ്ട്. നിങ്ങളുടെ എല്ലാം വളരെ പ്രാർത്ഥനയും സഹകരണവും പ്രസ്ഥാനത്തിന് ആവശ്യമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ പ്രോഗ്രാമുകളെല്ലാം ചെയ്യുമ്പോൾ ആദ്യം ഈ പ്രോഗ്രാമിനോട് ചേരുന്ന ഒരാൾ കൗൺസിലിങ്ങിനായിരിക്കാം വരുന്നത്. അവരുടെ കൗൺസിലിങ്ങിലൂടെ കടന്നുപോയി ജീവിതത്തിൽ അവരുടെ താളപ്പഴകളെല്ലാം മാറി ശരിയായ ഒരു ജീവിത രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഞങ്ങളോട് കൂടെ വോളണ്ടിയറായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരാൾ റിലീഫ് കോർണറിൽ വന്ന് ഒരു സഹായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് ജീവിത അവസാനം വരെ ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് റിലീഫ് കോർണർ തുറന്നു വരുന്നത്. വരുന്ന ഓരോരുത്തർക്കും അനുയോജ്യമായ ആവശ്യമായ അവർക്ക് ഗുണകരമായിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യുവാനും അതിലൂടെ അവരെ ഉയർത്തിക്കൊണ്ട് വരുവാനും ജീവിതത്തിൽ നല്ല ഒരു നിലവാരത്തിൽ എത്തുന്നതിനൊക്കെ വേണം അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരിലൂടെ അവരുടെ കുടുംബത്തെ തന്നെ ഉയർത്തിക്കൊണ്ട് വരുവാനും. ഇനി ഒരാൾ ഞങ്ങളോട് കൂടെ കുറച്ച് നാൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവർ ആ മേഖലകളിൽ പ്രാവീണ്യം നേടിക്കഴിയുമ്പോൾ അവരെ ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ ഒരു ഒരു പ്രത്യാശയോട് കൂടിയിട്ടാണ് റിലീഫ് കോർണറും അതിൽ പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സും പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ മാസാമാസങ്ങളിൽ ഓരോ വിഷയങ്ങളെക്കുറിച്ച് വെബിനാറുകൾ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർക്ക് അതാത് വിഷയങ്ങളെക്കുറിച്ച് വ്യക്തത കിട്ടുകയും നല്ല ഒരു എക്സ്പേർട്ട് ട്രെയിനിങ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. വളരെ പ്രസ്ഥാനങ്ങളെല്ലാം വെബിനാറുകൾ നടത്തുന്നുണ്ട്. എന്നാൽ റിലീഫ് കോർണർ നടത്തുന്ന വെബിനാറുകളുടെ പ്രത്യേകത അത് സാധാരണ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളാണ്, അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്, പഠിച്ചിരിക്കേണ്ടുന്നതായ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലും ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ കഴിവുകളും വളർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചിട്ടപ്പെടുത്തി വരുന്നുണ്ട്. അതിലൊന്നാണ് സ്റ്റോറി ടെല്ലിങ്. കഥ പറയാൻ അറിയാവുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. ഒത്തിരി വ്യക്തികൾക്ക് കഥ പറയാനുള്ള അവസരങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. കഥ അറിയാവുന്നവർക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട് അത് മറ്റുള്ളവർ അറിയപ്പെടാതെ നശിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കഥ പറയാനുള്ള അവസരങ്ങളുണ്ട്. അവരെ കണ്ടെത്തുകയും അവരിൽ നിന്ന് കഥകൾ ശേഖരിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം അണിയറയിൽ ഒരുങ്ങി വരുന്നു. മറ്റൊന്നുള്ളത് ചിത്രരചനയിൽ പ്രാവീണ്യമുള്ളവരുണ്ട്, സംഗീതത്തിൽ പ്രാവീണ്യമുള്ളവരുണ്ട്. ഇവരുടെ എല്ലാം കലാസൃഷ്ടികൾ ശേഖരിച്ച് വെബ്സൈറ്റിലൂടെ ലോകത്തെമ്പാടും അറിയിക്കുക എന്നുള്ളത് നമ്മളുടെ മറ്റൊരു പ്രോഗ്രാമാണ്. പിന്നെ ഒന്നുള്ളത് ലേഖനങ്ങൾ എഴുതുന്നവരും കഥകൾ എഴുതുന്നവരും എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച ടാലൻ്റുള്ള ഒത്തിരി വ്യക്തികളുണ്ട്. അവരുടെ എല്ലാം കഴിവുകൾ അവരുടെ എല്ലാം സൃഷ്ടികൾ നമ്മൾക്ക് ലോകത്തുള്ള എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് കാണുകയും അത് ആസ്വദിക്കുകയും കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്ന രീതിയിൽ വിവിധ ഫോർമാറ്റുകളിൽ നമ്മൾ വെബ്സൈറ്റിലൂടെ പരസ്യം ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചതിന് വേണ്ടി അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ ലാഫിംഗ് ക്ലബ്ബുകൾ, കോമഡി ക്ലബ്ബുകൾ, അങ്ങനെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ എല്ലാം കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ ഓരോരോ പ്രോഗ്രാമുകൾ അണിയറയിൽ ഒരുങ്ങി വരുന്നു. നിങ്ങൾക്കും ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരാളെ സഹായിക്കുവാൻ തക്കമുള്ള ഒരു കണിക ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കും അവസരമുണ്ട്. ഓരോ വ്യക്തികൾക്കും ഓരോരോ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച് വ്യത്യസ്തങ്ങളായിട്ട് പാരലായിട്ട് പ്രവർത്തിക്കാൻ തടസ്സമില്ല. എന്നാൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത് വലിയൊരു ഗുണം തന്നെയാണ്. ഐകമത്യം മഹാബലം. നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ വലിയവനും ചെറിയവനുമില്ല, എല്ലാവരും ഈക്വലാണ്, എല്ലാവരും വോളണ്ടിയേഴ്സാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയും അതാണ്. എല്ലാവരും വോളണ്ടിയേഴ്സാണ്. എല്ലാവരും അവരവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വ്യക്തി ജീവിതവും കുടുംബ ജീവിതവും നിങ്ങളുടെ ജോലിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന കുറച്ച് സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ റിലീഫ് കോർണർ എന്ന പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കാം. നിങ്ങളുടെ സന്നദ്ധത ഒരു വോളണ്ടിയർ സൈനപ്പ് ഷീറ്റിലൂടെ നിങ്ങൾ അറിയിച്ചാൽ
പിന്നീടുള്ള എല്ലാ പ്രോഗ്രാമുകളിലും ട്രെയിനിങ്ങുകളിലും നിങ്ങൾ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ആവശ്യമായ ട്രെയിനിങ്ങും എല്ലാം നൽകി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കിയതിന് ശേഷം മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു. നമ്മളുടെ മറ്റൊരു വിങ്ങാണ് കൗൺസിലിങ്ങിൻ്റെ വിങ്. അതിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും ലൈസൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് മാത്രമേ അതിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അല്ലാതുള്ള ചെറിയ ചെറിയ കൗൺസിലേഴ്സ് ഉണ്ട്. അവരൊക്കെ നമ്മൾ മറ്റ് പല ആക്ടിവിറ്റീസിലും വേണ്ടിയിട്ട് അവരുപയോഗിക്കുകയാണ്. അങ്ങനെ ഈ പ്രസ്ഥാനത്തോട് ചേരുന്ന ഓരോ വ്യക്തികളിലും എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തുന്നതിന് തക്കമുള്ള പ്രോഗ്രാമുകളാണ് ഇതുവരെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ പ്രോഗ്രാമുകൾ ഇതിൽ വരാനിരിക്കുന്നു. ലോകത്തുള്ള ഏത് മലയാളികൾക്കും ഏത് വ്യക്തികൾക്കും ഇതിൽ നിന്ന് സഹായങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നമ്മളുടെ തൽക്കാലത്തെ റിസോഴ്സസിൻ്റെ ഒരു പരിമിതി കൊണ്ട് നമ്മളത് മലയാളികൾക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ മലയാളികൾ എവിടെയുണ്ടെങ്കിലും അവർക്ക് ഉപകാരപ്പെടുത്താം. എന്നാൽ എൻ്റെ സുഹൃത്തുക്കളിൽ പകുതി പേര് മലയാളികളാണെങ്കിൽ പകുതി പേര് മലയാളം സംസാരിക്കാത്തവരാണ്. അവർക്ക് മലയാള ഭാഷ അറിയത്തില്ല. അപ്പോൾ അവരെ കൂടെ ഉൾപ്പെടുത്തേണ്ടുന്നത് എൻ്റെ ഒരു ചുമതലയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം മലയാളികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാഴ്ചവെക്കുമ്പോഴും മലയാളികളല്ലാത്ത ഒരാൾ വന്നാലും അവരെയും നമ്മൾ കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും നമ്മളുടെ പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മലയാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് റിലീഫ് കോർണർ എന്ന് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ആശയം എൻ്റെ മനസ്സിൽ തുടങ്ങിയെങ്കിലും ഇന്ന് അത് എൻ്റെ ഒരു പ്രസ്ഥാനമല്ല. ഇന്ന് അത് മലയാളികളുടെ ഒരു പ്രസ്ഥാനമാണ്, നിങ്ങളുടെ ഒരു പ്രസ്ഥാനമാണ്. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഉപകാരപ്പെടുന്ന അനേകം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പാണ് reliefcorner.org എന്ന ഈ പ്രസ്ഥാനം. അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങളും ആവശ്യമുള്ള ട്രെയിനിങ്ങുകളെല്ലാം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കൈക്കൊള്ളണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. നിങ്ങൾ പ്രസ്ഥാനത്തിൽ നിന്ന് കൈക്കൊള്ളുന്ന ഒരു സേവനത്തിനും ഒരു പൈസ പോലും കൊടുക്കേണ്ടതില്ല. അതെല്ലാം സൗജന്യമാണെന്ന് അറിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം അതിൻ്റെ നിലവാരം എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന്. എന്നാൽ ഓരോ പ്രോഗ്രാമിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതെല്ലാം നിർവഹിക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഓതൻറ്റിസിറ്റിയും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സേവനത്തിൻ്റെ ഗുണനിലവാരവും. അങ്ങനെ ഏറെ താല്പര്യത്തോടെയും കൃത്യതയോടെയും വളരെയധികം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ഈ വോളണ്ടിയേഴ്സ് ടീം എല്ലാവരും വളരെയധികം എക്സ്പീരിയൻസ്ഡാണ്, വളരെയധികം ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. നിങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്നോ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിൽ ചെന്നോ എന്തെങ്കിലും സേവനം ലഭിക്കുന്നത് പോലെ അതേ ക്വാളിറ്റിയിൽ അതുപോലെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് തന്നെയാണ് റിലീഫ് കോർണർ എന്ന പ്രസ്ഥാനത്തിലൂടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഊന്നി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും സമയം നിങ്ങൾ എന്നെ കേൾക്കുകയും ഞങ്ങളുടെ ഈ റിലീഫ് കോർണർ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും മനസ്സ് കാണിക്കുകയും ചെയ്തതിന് നിങ്ങളോട് നന്ദി പറയുവാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഈ വീഡിയോ എടുത്ത് ഞങ്ങളെ സഹായിക്കുവാനും ഈ പ്രകാരമുള്ള ഒരു സംവിധാനത്തിലൂടെ ലോകത്തുള്ള എല്ലാവർക്കും ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിന് തക്കവണ്ണം ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ച നെല്ലിച്ചേട്ടനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. നിങ്ങൾ തുടർന്നും ഞങ്ങളോട് ചേർന്ന് നിൽക്കുകയും പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുകയും കൂടുതൽ പ്രോഗ്രാമുകളിൽ ചെയ്യുന്നതിന് തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നതിനും അവരേക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഉപകാരപ്രദമായി തീരുന്നതിനും നിങ്ങൾ അറിയുന്നവരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുവാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും ധൈര്യവും തരുവാൻ തക്കവണ്ണം ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. താങ്ക് യു. എൻ്റെ പേര് ഡോക്ടർ സജി പി മത്തായി. ഞാനിപ്പോൾ US ടെക്സാസ് എന്ന സ്റ്റേറ്റിൽ ഹ്യൂസ്റ്റൺ എന്ന സ്ഥലത്ത് ലീഗ് സിറ്റി എന്ന പട്ടണത്തിലാണ് താമസിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം അവസരം കിട്ടിയതിനായി ഞാൻ വളരെയധികം സന്തോഷമുള്ളവനാണ്. നിങ്ങളെന്നെ കേൾക്കുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തിയതിനായി വളരെയധികം നന്ദി. താങ്ക് യു. മൊബൈൽ നമ്പർ എൻ്റെ വെബ്സൈറ്റ് reliefcorner.org. എൻ്റെ ഇമെയിൽ അഡ്രസ്സ് sajimathai@reliefcorner.org. എൻ്റെ ടെലിഫോൺ നമ്പർ 214-499-2971. താങ്ക് യു.